ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെയിൻ ഡ്രോപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ കട്ട് പീസ് വെച്ച് തയ്ക്കുന്ന വണ്ണാണേ. അതിനാദ്യം കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന തുണി കഷ്ണം ഇതുപോലെ സാവകാശം അടിച്ചെടുക്കാമേ. ഇതൊരു സാരിയിൽ നിന്ന് മുറിച്ചെടുത്ത കഷ്ണമായതുകൊണ്ട് ഒരുപോലുള്ള 2 ബണ്ണുകൾ തയ്ച്ചെടുക്കാം. തയ്ച്ചെടുത്ത ഭാഗം ഇതുപോലെ സാവകാശം മറിച്ചെടുക്കണം. കട്ടി കുറഞ്ഞ തുണികളോ നെറ്റ് ഉപയോഗിച്ച തുണികളോ ഉപയോഗിച്ചാൽ ബണ്ണുകൾ നന്നായി ചെയ്തെടുക്കാൻ എളുപ്പത്തിൽ കഴിയും. അത് മനോഹരവുമായിരിക്കും. കയ്യിലുള്ള ഏത് തരത്തിലുള്ള തുണികളും ഇതുപോലുള്ള ബണ്ണുകൾ ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ മുറിച്ച് വെച്ചതിലുള്ള 2ാമത്തെ പീസും ആദ്യം ചെയ്തതുപോലെ നമുക്ക് അടിച്ചെടുക്കാമേ. അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ 2 എൻഡ് വശവും ഒരുപോലെ ചേർത്ത് വെച്ച് വേണം അടിച്ചെടുക്കേണ്ടത്. കോട്ടം വരാതെ ശ്രദ്ധിക്കണം. കോട്ടം വന്നാൽ മറിച്ചെടുക്കുമ്പോൾ കാണാൻ ഭംഗിയില്ലാത്തതുപോലെ ചുരുങ്ങിയിരിക്കും. ഇതുപോലെ വിരലുകൾ വച്ച് മറിച്ചിട്ടതിന് ശേഷം ഇലാസ്റ്റിക് ഇടാം. ഇലാസ്റ്റിക് എടുക്കുമ്പോൾ അല്പം നീളം കൂട്ടി വേണം എടുക്കേണ്ടത്. 2ഓ 3ഓ മടക്കിൽ തലമുടിയിൽ ഇടാൻ കണക്കിന് വേണം എടുക്കേണ്ടത്. മുറിച്ച ഇലാസ്റ്റിക് സാവകാശം അതിലേക്ക് ഇടാം. എളുപ്പത്തിലിടുന്നത് കാണിച്ചു തരാമേ. വിരലുകൾ വച്ച് ആ തുണിയെ മുഴുവനും പ്ലീറ്റ് പോലെ മടക്കിയതിന് ശേഷം അതിലേക്ക് ഇലാസ്റ്റിക് ഇട്ടാൽ എളുപ്പത്തിൽ ഇലാസ്റ്റിക് ഇട്ടെടുക്കാൻ കഴിയും. അതുപോലെ ചുരുക്കിയതിന് ശേഷമാണ് ഇലാസ്റ്റിക് കടത്തേണ്ടത്. ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം അതിൻ്റെ 2 ഭാഗം കെട്ടിവെക്കുകയോ സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ടെടുക്കുന്നുണ്ടേ മെഷീനിൽ തന്നെ. ഇലാസ്റ്റിക് കെട്ടിയതിന് ശേഷം ആ തയ്ച്ച തുണിയുടെ എൻഡ് ഭാഗങ്ങൾ ഒന്ന് അകത്തേക്ക് മടക്കി അടുത്ത എൻഡ് ഭാഗം അതിനുള്ളിലേക്ക് കടത്തിവിട്ട് സൂചിയും നൂലും വെച്ച് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അകത്തേക്ക് കടത്തി വെച്ചിട്ട് സൂചിയും നൂലും 2ഓ 3ഓ മടക്കിൽ വെച്ച് കെട്ടിട്ടിട്ട് തയ്ച്ചെടുക്കണം. തയ്ക്കുമ്പോൾ പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം കെട്ടിട്ട് തയ്ച്ചെടുക്കേണ്ടത്. കെട്ടിട്ട് തയ്ച്ചാൽ പെട്ടെന്ന് ഇളകി പോകാതെ നിൽക്കും. തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്ക് ഇത് കൈകൊണ്ട് വേണമെങ്കിലും തയ്ച്ചെടുക്കാം. ഒരു പീസ് തുണിയും ഒരു കഷ്ണം ഇലാസ്റ്റിക്കും ചെയ്യാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഇതുപോലെ മനോഹരമായ ബണ്ണുകൾ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലുള്ള മനോഹരമായ ബണ്ണുകൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്താൽ എത്ര ചെറിയ മുടിയുള്ളവർക്കും വലിയ മുടിയുള്ളവർക്കും, അതായത് വണ്ണമുള്ള മുടിയുള്ളവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയും. അതിനാണ് ഇലാസ്റ്റിക് അല്പം വലുതായി ഇടണമെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്യുകയും പരിചയമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ ബണ്ണ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാവുന്നതാണ്. അതിന് മറുപടി തരികയോ അടുത്ത വീഡിയോ ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കുമേ. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരുന്നതായിരിക്കും. താങ്ക് യു.